ഒരു ദിവ്യമായ ഊർജം തന്നിലേക്ക് കയറിയിരിക്കുന്നുവെന്ന് വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിനു ശേഷം നരേന്ദ്രമോദി. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ സ്മാരകത്തിലെ ധ്യാന യോഗത്തിന് ശേഷം തന്നിലേക്ക് ഒരു ദിവ്യമായ ഊർജം കൈവന്നതുപോലെ തോന്നുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 45 മണിക്കൂർ ധ്യാനത്തിന് ശേഷം നരേന്ദ്രമോദി എഴുതിയ കുറിപ്പ് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ നിർമ്മല സീതാരാമൻ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ സ്മാരകം സന്ദർശിക്കുമ്പോൾ തനിക്ക് ഒരു ദിവ്യമായ ഊർജം തോന്നുന്നു. ഈ പാറയിലാണ് അമ്മ പാർവതിയും സ്വാമി വിവേകാനന്ദനും ധ്യാനിച്ചത്. ഈ പാറ സ്വാമി വിവേകാനന്ദന്റെ ചിന്തകൾക്ക് ജീവൻ നൽകിയ ശിലാസ്മാരകമായി മാറി അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം സ്വാമി വിവേകാനന്ദന്റെ മൂല്യങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന നിലയിൽ ഈ പുണ്യസ്ഥലത്ത് ധ്യാനിക്കാൻ തനിക്ക് അവസരം ലഭിച്ചത് തന്റെ ഭാഗ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ശിലാസ്മാരകത്തിലെ തന്റെ ധ്യാനം ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളിൽ ഒന്നാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും തന്റെ ശരീരത്തിലെ ഓരോ കണികയും രാഷ്ട്ര സേവനത്തിനായി എപ്പോഴും സമർപ്പിക്കുന്നു. തന്റെ ദൃഢനിശ്ചയം ഒരിക്കൽ കൂടി താൻ ഉറപ്പിക്കുന്നു. രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും പൗരന്മാരുടെ ക്ഷേമത്തിനും ആശംസകളോടെ താൻ മാ ഭാരതിക്ക് തന്റെ അങ്ങേയറ്റത്തെ ആദരവ് അർപ്പിക്കുന്നു, അദ്ദേഹം കുറിപ്പിൽ പങ്കുവച്ചു. മെയ് 30 വൈകുന്നേരം മുതൽ ജൂൺ 1 വൈകുന്നേരം വരെ ഏകദേശം 45 മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്നത്. സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേ സ്ഥലമാണ് ധ്യാൻ മണ്ഡപത്തിൽ ഒരു രാവും പകലും അദ്ദേഹം ധ്യാനിച്ചു. ഹിന്ദു തത്വചിന്തകനായ സ്വാമി വിവേകാനന്ദന് ഭാരതമാതാവിനെ കുറിച്ച് ദിവ്യ ദർശനം ലഭിച്ചതായി വിശ്വസിക്കപ്പെടുന്ന മണ്ഡപമാണ് ഇത്. വ്യാഴാഴ്ച അവസാനഘട്ട വോട്ടെടുപ്പിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്നും പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തിയത്. റാലികളും റോഡ് ഷോകളും ഉൾപ്പെടെ 206ഓളം തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് 75 ദിവസത്തിനിടെ പ്രധാനമന്ത്രി നടത്തിയത്. വ്യത്യസ്ത മാധ്യമങ്ങൾക്കായി 80ഓളം അഭിമുഖങ്ങളും അദ്ദേഹം നടത്തി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പ്രധാനമന്ത്രി ആത്മീയ യാത്രകൾ നടത്താറുണ്ട്. 2019 അദ്ദേഹം കേദാർനാഥും 2014 ശിവജിയുടെ പ്രതാപ്ഗഡും സന്ദർശിച്ചിരുന്നു. ഏപ്രിൽ 19 ആരംഭിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് ജൂൺ 1 പൂർത്തിയായത്.